ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് ഈ സമയം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളെ വന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ, കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ വിളിക്കാനോ ഒക്കെയുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തി ഈ സമയം നിങ്ങളെ നേരിൽ കാണണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, അത് ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാകാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്കൊന്ന് റീകണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അത് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റീകൺസിലേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ വന്ന് കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. ഈ ഒരാളിനോട് ഈ ഒരു അടുത്ത സമയത്ത് ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തോ ഒരു മാനസാന്തരമൊക്കെ വന്ന് നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഒക്കെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ചില ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തി നിങ്ങളെ കാണാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ എത്തുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് ഇവിടെ ആരിൽ നിന്നോ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലുകൾ അത് ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു ലീഡർഷിപ്പ് റോളിലൊക്കെ എടുക്കേണ്ട ആളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്ത് അബദ്ധങ്ങളിലേക്ക് പോയി ചാടാതിരിക്കുക. കാരണം നമ്മൾ മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ബുദ്ധിപൂർണമായ തീരുമാനങ്ങളായിരിക്കണം. ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കേണ്ട അവസരം ഉണ്ടായേക്കാം. അതായത് ഒരു പബ്ലിക് സ്പീക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാം. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ, ഒരു ഈഗോയും ഇല്ലാതെ ഗ്രൗണ്ടഡ് ആയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അതുപോലെ തന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുക. നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണോ ആ ഡ്രീമായിട്ട് നിങ്ങൾ
ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ആ സ്വപ്നങ്ങളുമായിട്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നൊരു സമയം കൂടിയാണിത്. ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഈ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലും ബ്ലോക്സ് ഒക്കെ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അതായത് അതിന് കാരണം നിങ്ങളുടെ മനസ്സാണെന്നുള്ളതാണ്. നമ്മുടെ മനസ്സാണ് പലതരത്തിൽ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് വരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയെ എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് വന്നെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റിക്കളയാനുള്ള അത്രയും കഴിവും ധൈര്യവും ഒക്കെ നിങ്ങൾക്കുണ്ട്. കാരണം ഇതിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കുന്ന ഒരു സിംഹത്തെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പാകത്തിന് ഒരു മനസ്സോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിംഹം സിംബലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. അപ്പോൾ ഈ ഒരു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ഭാഗ്യത്തെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ സമയം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് എത്രമാത്രമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ കാലം കൊണ്ട് അടക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് എത്ര അടക്കി പിടിച്ച് വയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു സമയം അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഏത് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നാലും തീർച്ചയായിട്ടും അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവം പെരുമാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ, ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരുന്ന ചില കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ഇമോഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അതായത് സ്നേഹമാണെങ്കിലും വിശ്വാസമായാൽ പോലും അതൊന്നും നിങ്ങളിവിടെ തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് നിങ്ങളത് ഉപേക്ഷിച്ച് ഇവിടെ പുറത്തേക്ക് പോകുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വന്നിട്ടുള്ള പരിഗണനയില്ലായ്മയും വേദനയും അതിനെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ആർക്കു മുന്നിലും നിങ്ങൾ തോറ്റു കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു, അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ
നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് നിങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളെ തേടി എത്തുന്നതുമാകാം. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നത് അവിടേക്ക്, അല്ലെങ്കിൽ അവിടെ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങൾ മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആരോടാണെങ്കിലും അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമെന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ നിങ്ങൾക്കുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതായത് കുറേയധികം ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് എതിരിടാൻ, അല്ലെങ്കിൽ കുറേ ആളുകൾ ഉണ്ടായിരിക്കാം നിങ്ങളോട് മത്സരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചലഞ്ചസ് ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവം നിൽക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അവിടെ നിങ്ങൾ ബുദ്ധിപൂർവം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഓപ്പോസിറ്റിൽ കുറേയധികം ആളുകൾ ഉണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ പോലും ഈ ഒരു സമയം ബുദ്ധിപൂർവം നിങ്ങളൊന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ജയം ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എതിർത്താൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നിൽക്കുമെന്നുള്ളതാണ്. നിങ്ങളവിടെ ഉറച്ചു നിൽക്കും. അപ്പോൾ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുകയും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ മറ്റുള്ളവർ പറയുമായിരിക്കാം. എന്തെങ്കിലും തടസ്സങ്ങൾ അവർ ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ നിങ്ങളിൽ വിശ്വസിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ വിജയിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു കാര്യം അതിലൊരു വിജയം കൈവരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിലൊരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്ത് കാര്യമാണോ നിങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യാൻ പോകുന്നത് അത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഹാങ്ഡ്മാൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങളൊന്ന് മൂവ് ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ കുറേ കാലം നിങ്ങളെങ്ങനെ പോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം, ഒരനക്കവും ഇല്ലാതെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇത് നിങ്ങൾക്കൊരു ശിക്ഷയാണ് എന്നൊക്കെ. എന്നാൽ അങ്ങനെയല്ല. ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ളൊരു നന്മയാണെന്ന് വിശ്വസിക്കുക. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൽ ഡിലേ വരും. അല്ലെങ്കിൽ നമുക്കിതിനേക്കാളും നല്ല കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഒരു കാര്യത്തിന് ഡിലേ ഉണ്ടാക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതിയ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നാണ്. ചില സിറ്റുവേഷൻസിൽ സ്റ്റക്കായി പോയിട്ടുണ്ടാവാം. ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു ട്രൂത്ത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾ ചില വ്യക്തികളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അത് തിരിച്ചറിയുന്നതുമാകാം. നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കൂടെ നിന്ന് ചതിക്കുന്നതാര്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതാര്, നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത് ആരാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സത്യാവസ്ഥ
നിങ്ങൾ പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നെ ഒരുക്കി തരുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എടുത്തു ചാടി ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രേരണയിൽ നിങ്ങൾ പെടാതിരിക്കുക. ആവശ്യമില്ലാതെ ഒരാളിനെയും ഈ സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കയറ്റാതിരിക്കുക. ആരുടെയും അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ വെക്കുക. ഈ സമയം മറ്റൊരാളുടെ ഇമോഷൻസ് നിങ്ങൾ എടുക്കാതിരിക്കുക. അവരുടെ നെഗറ്റീവ്സ് അത് നമ്മൾ വഹിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ബ്ലോക്കായി പോകാൻ ഒരു കാരണമാണ്. അതിനാൽ എല്ലാ ദിവസവും അല്ല, ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ലോസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലോ അല്ലെങ്കിൽ പേഴ്സോ പൈസയോ ഒക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു പബ്ലിക് റെക്കഗ്നേഷൻ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തൊരു കാര്യം, ആ ഒരു കാര്യത്തിന് ഒരു വിജയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും പല സമയങ്ങളിൽ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്നൊക്കെ തീരുമാനിച്ച് അവർ നിങ്ങളോട് പലതും പറയുകയും അല്ലെങ്കിൽ പലതും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ആ അവസ്ഥയിലും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച എന്തോ ഒരു കാര്യം അത് നിങ്ങളിവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു പ്രമോഷനോ അവാർഡോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഈ ഒരു സമയം നിങ്ങളുടെ വിജയം അത് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് വില തരാത്തവർ ഈ സമയം നിങ്ങൾ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് വിലയും സ്ഥാനവും ഒക്കെ ലഭിച്ച് നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളൊരു എനർജിയാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. 2 കാര്യത്തിനും പ്രയോറിറ്റി ഉണ്ട്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞൂടാതെ നിങ്ങളിൽ ചില ആളുകൾ ഇവിടെ കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 2 വ്യക്തികളുണ്ടെങ്കിൽ ആ 2 വ്യക്തികളിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏതൊരു സിറ്റുവേഷനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 2 പേർക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്നൊരു എനർജി ഉണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത കുറേ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റിയിട്ട് ഈ ഒരു സമയം നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവർ നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രപ്പോസലുമൊക്കെ ആയിട്ട് വരാനുള്ളൊരു സാധ്യതയാണ്. അതായത് ഒരു പക്ഷേ ഇത് ജെന്യുവൻ ആയിരിക്കണം എന്നില്ല ചില ആളുകൾക്ക്. അതായത് ഈ ഒരു സമയത്തൊരു ഫിസിക്കൽ അട്രാക്ഷനോടുകൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഓഫർ തരുന്നൊരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് വരുന്നൊരു അഫെയർ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓവറായിട്ട് ഇപ്പോൾ ഒരാളെ കാണുന്നതിന് മുന്നേ ആ ഒരു ആളുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക എന്നുകൂടി നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. അതായത് ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ചിന്തകൾ. അപ്പോൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും, അത് തിരിച്ചറിയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ചില കാര്യങ്ങൾ അന്ന് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചില ജോലി നഷ്ടപ്പെട്ടു പോയതോ ചില വ്യക്തികൾ അകന്നു പോയതോ അതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ ചില തിരിച്ചറിവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ഒരുപാട് തിരിച്ചറിവുകൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ മാറ്റാൻ നിങ്ങളിവിടെ തീരുമാനിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഒരു ചലഞ്ചൊക്കെ എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ഒളിച്ചോടി പോയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചലഞ്ച് വന്നാലും അത് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ ഒരു സൺ ഓഫ് വാൺസും അതാണ് പറയുന്നത്. നിങ്ങൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നൊരു എനർജിയാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ടൊന്ന് വായിച്ചിട്ട് വേണം എന്തു കാര്യവും ചെയ്യാൻ. കാരണം 7 ഓഫ് സോഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു ചതിയുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിക്കാണണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ എല്ലാ വശങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി ചിന്തിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ലഭിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ കുറേയധികം ആളുകളും ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സെലിബ്രേഷൻ അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം ചില ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നാളുകളായി കാണാതിരുന്ന ചില വ്യക്തികളെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നതാകാം. അതായത് എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരുപാട് സ്ട്രഗിൾ ഉണ്ടാവാം. അപ്പോൾ അതിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായി ട്രാൻസ്ഫോം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നിട്ടുള്ള ആ ഒരു സ്ട്രഗിള്, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്ട്രഗിള് അത് വേറൊരു വലിയ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മുന്നിലുള്ള സ്ട്രഗിളെല്ലാം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. എന്നാൽ അങ്ങനെ ഒരിക്കലുമില്ല. കാരണം എന്ത് സ്ട്രഗിളാണ് നമ്മുടെ മുന്നിൽ ഉള്ളതെങ്കിൽ പോലും അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമാണ്. അത് നമുക്കൊരു വഴിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നിനും വേണ്ടി പ്രയത്നിക്കില്ല, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നമുക്ക് ഓവർകം ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല.
കൂടുതലായിട്ട് ഒരു കാര്യങ്ങളും ഒരു അറിവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും. പക്ഷേ നമുക്കൊരു സ്ട്രഗിൾ തരുമ്പോൾ അത് നമ്മളെ ഒരു പടി കൂടി ഒരു മുന്നിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. നല്ലൊരു വ്യക്തിയായി മാറാൻ നമ്മളെ കൂടുതൽ സഹായിക്കും. കാരണം ചിലപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മൾ സ്പിരിച്വൽ വർക്കുകളൊക്കെ തുടങ്ങും. മാത്രമല്ല നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആകും. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരും. നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ ചെറിയ അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്ക് പൈസ വരുന്നൊരു ചെറിയ ഐഡിയ അത് നിങ്ങളുടെ മനസ്സിൽ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഈ സമയം വലിയൊരു തുടക്കം കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചെറിയ ഐഡിയ ആണെങ്കിൽ പോലും അത് നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. മാക്സിമം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പൈസയെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുന്നതുമാകാം. ഇതിൽ കുറേയധികം ആളുകളും സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്നതായും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. ഒരുപാട് നല്ല സാഹചര്യങ്ങൾ ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ ട്രാവലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രാവൽ വരുന്നുണ്ട്. അതുപോലെ ഇതിലൊരു ജോബ് ഓഫറൊക്കെ നിങ്ങളെ തേടി വരുന്നൊരു എനർജിയും ഉണ്ട്. പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടുമാകാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം. അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് ഒരു അനുഗ്രഹം ഇവിടെ നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്നൊരു എനർജിയാണ്. നിങ്ങളുടെ അടുത്തേക്ക് അതിങ്ങനെ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും അതായത് ഒരു ഡ്രസ് ബിസിനസ്സോ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനിവിടെ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളിവിടെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്നൊരു വിക്ടറി അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി അത് ഈസിയാക്കി തരുന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള എന്തോ ഒരു കാര്യം അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈസിയാക്കി തരാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവാം, എനിക്കിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എന്നെക്കൊണ്ടിത് സാധിക്കുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങളൊരു നിരാശയിലേക്ക് ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നിരാശ അത് നിങ്ങൾ മാറ്റുക. കാരണം ഒരു വിജയം നിങ്ങൾക്കുണ്ട്. ആ വിജയത്തിലെത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി വരുന്നൊരു എനർജിയാണ്. കുറേ ദിവസങ്ങളായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് കിടന്ന ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ഒരു വാക്കിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ കുറേ കാലം കൊണ്ട് അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി വളരെ വലിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സന്തോഷം തോന്നുന്ന ഒരു എനർജി. ഇത്രയും കാലം മനസ്സിലാക്കാതെ പോയ ആ ഒരു കാര്യം ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നു എന്ന് പറയാം. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ ആയിരിക്കണം.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം അത് മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ബ്രില്യൻ്റ് ഐഡിയ വന്നെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ അത് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം വരും. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഞാൻ മുന്നോട്ട് പോകും, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും അതെങ്ങനെ മാറ്റണം, എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.